بالله من الشيطان الرجيم بسم الله الرحمن الرحيم بسم الله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمد رسول الله صلى الله عليه وسلم. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും കാത്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട അനസ് അമാനി ഉസ്താദ് പുഷ്പക്കിരി സ്ഥലത്ത് എത്തിയിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം ഉസ്താദ് നമ്മുടെ സ്റ്റേജിലേക്ക് കയറി വരും. അതുകൊണ്ട് എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും അവർക്ക് വേണ്ടി സജ്ജമാക്കിയ ഇരിപ്പിടത്തിൽ ഇരുന്ന് സഹകരിക്കേണ്ടതാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വലിയൊരു ഭാഗ്യമാണ്. അൽഹംദുലില്ലാഹ്, റജബ് രണ്ടാമത്തെ രാത്രിയാണ്. റജബ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്ക് ഓർമ്മ വരുന്നൊരു മഹാനുണ്ട്. അതാണ് ഇന്ത്യയുടെ രാജാവ് ഖാജ അജ്മീർ. അജ്മീറിലെ വലിയ ഇന്ത്യയിലെ രാജാവ് ബഹുമാനപ്പെട്ട അജ്മീർ ഷേഖ്. അവിടുത്തെ മാസമാണ് റജബ് എന്നുള്ളത്. അൽഹംദുലില്ലാഹ്, നമ്മുടെ സുർബയിൽ പ്രവർത്തിക്കുന്ന കർണാടക മുസ്ലിം ജമാഅത്ത്, അതുപോലെ തന്നെ സുന്നി യുവജന സംഘം, അതുപോലെ തന്നെ സ്റ്റുഡൻസ് ഫെഡറേഷൻ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബൃഹത്തായ അജ്മീർ ആണ്ട് നേർച്ച, അൽഹംദുലില്ലാഹ്, വളരെ നല്ലൊരു ദിവസത്തിലാണ് അല്ലാഹു തആല ഇവിടുത്തെ ഈ ഒരുമിച്ച് കൂടലും ഇവിടെ ഓതിയതായ മൗലീദുകളും മറ്റുള്ള ദിക്റുകളുമെല്ലാം നമ്മൾ നിന്ന് സ്വാലിയായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. അതിൻ്റെ സവാബ് നമ്മൾ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ അവരുടെ ഖബറുകളിലേക്ക് അല്ലാഹു തആല എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ലോകമെന്നുള്ളത് അദ്ദുനിയാ സിജ്നുൽ മുഅ്മിൻ വ ജന്നതുഹാ അൽ ആഖിറ. ദുനിയാവ് എന്നുള്ളത് അത് മുഅ്മിനീങ്ങൾക്ക് ജയിലറയാണ്. അതേ സമയത്തിൽ ഈ ദുനിയാവ് എന്നുള്ളത്, ആഖിറമെന്നുള്ളത് ഈ മുഅ്മിനീങ്ങൾക്ക് സ്വർഗമാണ്. അതേ സമയത്തിൽ മുഅ്മിനല്ലാത്തവർക്ക് നേരെ തിരിച്ചുമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സ്വർഗമെന്നുള്ളത് ആ സ്വർഗത്തിലേക്ക് കാല് വെച്ചാൽ മാത്രമേ ഞങ്ങൾ വിജയിക്കുകയാവുകയുള്ളൂ. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, ഫഖദ് ഫാസ ഫൗസൻ അളീമാ. ആരാണോ രണ്ട് കാലും സ്വർഗത്തിലെടുത്ത് വെക്കുന്നവൻ അവനാണ് യഥാർത്ഥ വിജയി. കാരണം ഈ ലോകത്തിലുണ്ടാകുന്ന, ദുനിയാവിലുണ്ടാകുന്ന എത്ര വലിയ നേട്ടങ്ങളും എത്ര വലിയ വിജയങ്ങളും എത്ര വലിയ നേട്ടങ്ങളാണെങ്കിലും അതിനൊക്കെല്ലാം ലിമിറ്റ് ഉണ്ടാകും. ലിമിറ്റുകളില്ലാത്ത സുഖം കിട്ടണമെങ്കിൽ, ലിമിറ്റില്ലാതെ ഞങ്ങൾക്ക് സന്തോഷിക്കണമെങ്കിൽ, ലിമിറ്റില്ലാതെ ഞങ്ങൾക്ക് ആസ്വദിക്കണമെങ്കിൽ അത് നമുക്ക് സ്വർഗത്തിലേക്ക് എത്തണം. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ ഞങ്ങൾ ദുനിയാവിൽ എല്ലാ തോന്നിവാസങ്ങളും ചെയ്തുകൊണ്ട് ഹറാം എന്താണെന്ന് ഹലാൽ എന്താണെന്ന് ഒന്നും ശ്രദ്ധിക്കാതെ ഹറാമും ഹലാലും എല്ലാം ചെയ്തിട്ട് ഫർളായതൊന്നും വേണ്ടതുപോലെ ചെയ്യാതെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്വർഗം കിട്ടൽ അത് വളരെ പ്രയാസമാണ്. ഞങ്ങൾക്കറിയില്ലേ, ഞങ്ങൾ നിന്ന് മുമ്പ് കഴിഞ്ഞു പോയ മാന്മാർ, മഹാത്മാക്കൾ, ഔലിയാക്കൾ, അമ്പിയാക്കൾ, അവരെത്ര കഷ്ടപ്പാടുകളാണ് വന്നു പോയത്. അവർക്കൊന്നും കഷ്ടങ്ങളൊന്നുമില്ലാതെ സുഖങ്ങൾ മാത്രം അനുഭവിച്ച് ഈ ലോകത്തിൽ ജീവിച്ച് മരണപ്പെട്ടു പോയവർ അങ്ങനെ വളരെ വിരളമാണ്.
നിങ്ങൾക്കറിയില്ലേ, ആദം നബി അലൈഹിസ്സലാം മുതൽ നമ്മുടെ പൊന്നാരമുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള സർവ്വ അമ്പിയാക്കൾമാരും ആടുമേച്ചവരാണ്. എത്ര പരീക്ഷണങ്ങളാണ് ഓരോ നബിമാരും ഏറ്റെടുക്കേണ്ടി വന്നത്. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കിണറ്റിലിട്ടില്ലേ? യൂനുസ് നബി അലൈഹി സ്വലാമിനെ മത്സ്യം മിതുങ്ങിയില്ലേ? ഞങ്ങളുടെ നബി തങ്ങൾ എത്ര പ്രയാസങ്ങളാണ് പെട്ടത്. സ്വന്തം നാട്ടിന്ന് പോലും പൊന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുറത്താക്കേണ്ട അവസ്ഥ വന്നിട്ടില്ലേ എന്ന് ത്വായിഫിലേക്ക് പോയ സമയത്ത് അവിടെയുണ്ടോ റാഹത്ത്? ആ സ്വർഗം ഉദ്ഘാടനം ചെയ്യാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ കാലിൽ രക്തം വന്നില്ലേ? ആർക്ക് വേണ്ടിയാണ് ആ നബിമാർ അമ്പിയാക്കന്മാർ അത്രം കഷ്ടം വന്നത്, അത്രം ത്യാഗം സഹിച്ചത്? ഞങ്ങൾക്ക് വേണ്ടിയല്ലേ? ഈ ഉമ്മത്തിനെ സ്വർഗത്തിലേക്ക് അയക്കാൻ വേണ്ടിയല്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ അമ്പിയാക്കളുടെ ജീവിതം ഞങ്ങൾ പഠിക്കണം, ഔലിയാക്കളുടെ ജീവിതം ഞങ്ങൾ പഠിക്കണം. അങ്ങനെ പഠിച്ചാൽ മാത്രമേ ആഖിറത്തിൽ വിജയിക്കാൻ കഴിയുകയുള്ളൂ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേറ്റം സ്നേഹിക്കണം, ദീനിനെ അങ്ങേറ്റം സ്നേഹിക്കണം. നമ്മുടെ നാട് സുരിബയിൽ അൽഹംദുലില്ലാഹ് ദീനിനെയും ഉലമാക്കളെയും ഉസ്താദുമാരെയും നല്ലോണം പിർസം വെക്കുന്ന നാടാണ്. അതുപോലെ തന്നെ ഉസ്താദുമാർക്കും മുതഅല്ലിമീങ്ങൾക്കും ഭക്ഷണം കൊടുത്ത ഉമ്മമാരാണ് ഞങ്ങളുടെ നാട്ടിലെ ഉമ്മമാർ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ദീനിനെ സഹായിച്ചവർ, ദീനിന് വേണ്ടി സഹകരിച്ചവർ, അല്ലാഹു തആല അവരെ ഒരിക്കലും കൈവെടിഞ്ഞിട്ടില്ല. നിങ്ങൾക്കറിയുമോ, ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വലിയൊരു മഹാനാണ്, വലിയൊരു സ്വഹാബിയാണ്. ആ മഹാന്, ആ വലിയ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന സ്വഹാബിയാണ്. മക്കയിൽ വലിയ സമ്പന്നനായിരുന്നു, വലിയ പൈസക്കാരായിരുന്നു, എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ദീനിന് വേണ്ടി മക്ക വിടേണ്ട അവസ്ഥ വന്നപ്പോൾ സമ്പത്തിനെ നോക്കിയില്ല, കുടുംബത്തിനെ നോക്കിയില്ല. എല്ലാത്തിനേക്കാളും മേല് അത് ദീനാണ്, ദീനിനേക്കാൾ മേലെ അത് ഒന്നുമില്ല. സ്വന്തം സമ്പത്ത് നഷ്ടപ്പെട്ടാലും, സ്വന്തം സ്ഥാനമാനങ്ങളെല്ലാം പോയാലും, എല്ലാ സുഖങ്ങളും ഒഴിവായാലും ഒന്നും പ്രശ്നമല്ല. എനിക്ക് വേണ്ടത് എന്നേക്കുമുള്ള സുഖമാണ്, എനിക്ക് വേണ്ടത് ആ നബി തങ്ങളുടെ പൊരുത്തമാണ്. ആ ദീൻ ഇവിടെ നിലനിൽക്കണമെന്ന ഒരൊറ്റ ഉദ്ദേശം കൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു എല്ലാ സുഖങ്ങളും ഒഴിവാക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ മദീനയിലേക്ക് ഹിജ്റ വരുന്നു. മദീനയിൽ ഒരുപാട് കാലം ജീവിക്കുന്നു. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന് കല്യാണം കഴിക്കാൻ ആഗ്രഹം തോന്നുന്നു. നല്ലൊരു യുവാവാണ്. പക്ഷേ കല്യാണത്തിന് വേണ്ടിയുള്ള ചെലവോ, മഹറിന് കൊടുക്കാൻ വേണ്ടിയുള്ള സ്വർണമോ, അതിനുള്ള ദിർഹമോ ദീനാറോ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലില്ല. എല്ലാം ദീനിന് വേണ്ടി ത്യജിച്ചു, എല്ലാം ദീനിന് വേണ്ടി ഒഴിവാക്കി. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കല്യാണം കഴിക്കണമെന്ന് വളരെ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഒരു പെണ്ണ് കാണാൻ പോവുകയാണ്. പെണ്ണിനെ കാണുന്നു, ഇഷ്ടപ്പെടുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇസ്ലാം എന്തൊരു സൗന്ദര്യത്തിന്റെ മതമാണ്, ഇസ്ലാം എന്തൊരു സുന്ദരമായ മതമാണ്. ഇസ്ലാമിൽ ഒരിക്കലും വരദക്ഷിണത്തിന് പ്രേരിപ്പിച്ചിട്ടില്ല. ഇസ്ലാമിൽ നിർബന്ധമായി കൊടുക്കേണ്ട പണം അത് സ്ത്രീകൾക്ക് കൊടുക്കേണ്ടതാണ്. സ്ത്രീകൾ പുരുഷന്മാർക്ക് ഒരിക്കലും പണങ്ങൾ കൊടുക്കാൻ ഇസ്ലാം പ്രേരിപ്പിച്ചിട്ടില്ല. പകരമായി ഇസ്ലാം പറഞ്ഞത്, ഒരു പുരുഷൻ ഒരു പെണ്ണിനെ കെട്ടുകയാണെങ്കിൽ, ഒരു പെണ്ണിനെ നിക്കാഹ് കഴിക്കുകയാണെങ്കിൽ ആ പെണ്ണ് കേൾക്കുന്നത്ര മഹർ ഈ പുരുഷനിക്ക് കൊടുക്കൽ നിർബന്ധമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വളരെ ആശങ്കയോട് ആ സ്ത്രീയുടെ കുടുംബത്തിനോട് ചോദിക്കുന്നു,
എത്ര ദിർഹം മഹർ ഞാൻ തരണം? ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ പെണ്ണിന്റെ കുടുംബക്കാർ പറയുന്നു 300 ദിർഹം മഹർ വേണമെന്ന് പറയുന്നു. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹുവിന്റെ കയ്യിൽ ഒരു പണവുമില്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആ സ്ത്രീയുടെ, ആ പെണ്ണിന്റെ കുടുംബക്കാരോട് ചെറിയൊരു കാലാവധി ചോദിക്കുന്നു. എനിക്കൊരല്പം സമയം തന്നാൽ അതിനിക്ക് വേണ്ടിയുള്ള മഹറിന് വേണ്ടിയുള്ള പൈസ ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരാം. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു എത്ര വലിയ സമ്പന്നനായിരുന്നു. പക്ഷേ ദീനിന് വേണ്ടി എല്ലാം ഒഴിവാക്കി അവസാനം കല്യാണം കഴിക്കുന്ന സമയത്തിൽ മഹറിന് വേണ്ടി പോലും സ്വന്തത്തിൽ പൈസ ഉണ്ടായിരുന്നില്ല. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മഹറിന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി കാട്ടിലേക്ക് പോകുന്നു. ആ കാട്ടിൽ പോയിക്കൊണ്ട് വിറകുണ്ടാക്കിക്കൊണ്ട് അതിനെ വിട്ടുകൊണ്ട് പൈസ ഉണ്ടാക്കുന്നു. നിരന്തര വിറക് വിട്ടുകൊണ്ട് പൈസ ഉണ്ടാക്കുന്നു. ഹലാലായ കച്ചവടം നടത്തിക്കൊണ്ട് പൈസ ഉണ്ടാക്കുന്നു. അങ്ങനെ ഒരു നീണ്ട 6 മാസം അങ്ങനെ അധ്വാനിച്ചതിൻ്റെ ശേഷം മഹറിനും അതുപോലെ തന്നെ കല്യാണത്തിൻ്റെ ചെലവിന് വേണ്ടി അത്യാവശ്യമായ പൈസ അവിടുത്തെ കയ്യിലുണ്ടായപ്പോൾ കാടിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വരുന്നു. ഓ മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്കുക. ബഹുമാനപ്പെട്ട അനസ് അമാൻ ഉസ്താദ് നമ്മളെ വേദിയിലേക്ക് എത്താനായി സ്ഥലത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാ മുഅ്മിനീങ്ങളും തങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതായ കസാലയിൽ വന്നിരിക്കണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വളരെ ദൂരത്തിൽ നിന്നാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് നമ്മുടെ സ്ഥലത്തിലേക്ക് എത്തിയത്. അതുകൊണ്ട് എല്ലാ മുഅ്മിനീങ്ങളും സ്ഥലത്ത് വന്നിരുന്ന് സഹകരിക്കണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ നിർത്തുകയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കല്യാണത്തിന് വേണ്ടിയുള്ള പൈസ ഉണ്ടാക്കി വളരെ സന്തോഷത്തിൽ കല്യാണം കഴിക്കണമെന്ന വളരെ ആഗ്രഹത്തിൽ ഇങ്ങനെ വരുമ്പോൾ മദീനയിലേക്ക് എത്തിയപ്പോൾ വളരെ നട്ടുച്ചയാണ്. ആ മദീനയുടെ അങ്ങാടികളിൽ ഇങ്ങനെ നോക്കുന്ന സമയത്തിൽ അവിടെ കാണുന്ന ദൃശ്യം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള പ്രഗൽഭരായ സ്വഹാബാക്കളും നബി തങ്ങളും ഇങ്ങനെ അങ്ങാടിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. ദൂരത്തിൽ നിന്ന് സന്തോഷത്തോട് കടന്നു വരുന്ന ഔഫ് റളിയല്ലാഹു അൻഹുവിനെ കണ്ട് ബഹുമാനപ്പെട്ട മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നു, അല്ല ഔഫേ, വളരെ സന്തോഷത്തിലാണല്ലേ? എന്താണ് നിന്റെ ലക്ഷ്യം? എന്താണ് ഉദ്ദേശം? എന്താണ് സന്തോഷം? എന്താണെന്ന് ചോദിക്കുമ്പോൾ ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഓ നബിയേ, കല്യാണം കഴിക്കണമെന്ന് വളരെ പൂതി എനിക്കുണ്ടായിരുന്നു, വളരെ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പക്ഷേ അതിനിക്ക് വേണ്ടിയ സമ്പത്തോ അതിനിക്ക് വേണ്ടിയ പൈസയോ എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. അൽഹംദുലില്ലാഹ്, ഇപ്പം 6 മാസം നല്ല ഹലാലായ കച്ചവടം ചെയ്തിട്ട് ആ വിറക് വിട്ട് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് പൈസ ഉണ്ടായി. ഇൻഷാ അല്ലാഹ് പോയിട്ട് എനിക്കൊരു കല്യാണം കഴിക്കണം. നബി തങ്ങൾ ദുആ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ ദുആ ചെയ്തു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ അയച്ചു. ഔഫ് റളിയല്ലാഹു അൻഹു കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലൊരു തോന്നൽ, അല്ല, ഈ നട്ടുച്ചക്ക് നബി തങ്ങൾ എന്താണ് ഈ മദീനയുടെ ഈ ചൂടുന്ന ഈ വെയിലത്തിയുടെ കറങ്ങുന്നത്? ബഹുമാനപ്പെട്ട ഔഫ് റളിയല്ലാഹു അൻഹു തിരിച്ചു വരുന്നു. നബി തങ്ങളോട് ചോദിക്കുന്നു, അല്ല നബിയേ, തങ്ങൾ പള്ളിയിലിരിക്കേണ്ട ആളല്ലേ? ഈ ഉമ്മത്തിന്റെ നേതാവല്ലേ? സ്വർഗം ഉദ്ഘാടനം ചെയ്യേണ്ട ആളല്ലേ? തങ്ങൾ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? തങ്ങൾക്ക് അല്ലാഹു സ്വർഗം ഉറപ്പ് തന്നതല്ലേ? പിന്നെ എന്തിനാണ് ഈ ചൂട് വെയിലത്ത് ഈ അങ്ങാടിയിലേക്ക് കയറി ചെല്ലുന്നത്? നബി തങ്ങൾ പറഞ്ഞു, ഓ ഔഫേ, ഞങ്ങളുടെ ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടമാണ്. ഞങ്ങൾക്ക് ഒരുപാട് പണത്തിന്റെയും സമ്പത്തിന്റെയും ആവശ്യമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഔഫ് റളിയല്ലാഹു അൻഹുവോട് പറയുന്നു,
ഇത് ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടമാണ്. പൈസയുടെ അത്യാവശ്യമുണ്ട്, ദിർഹമിന്റെയും ദീനാറിന്റെയും ആവശ്യമുണ്ട്. പക്ഷേ ഞങ്ങളെ കയ്യിലൊന്നുമില്ലല്ലോ. അതിന് വേണ്ടി ഷോപ്പാന്തരം കയറിക്കൊണ്ട് അവരിൽ നിന്ന് തരുന്നതായ പൈസ ശേഖരിച്ചുകൊണ്ട് ഇസ്ലാമിനൊരു അടിസ്ഥാനമുണ്ടാക്കുകയാണ്. ഇത് കേട്ട ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിൽ വെള്ളം വന്നു പോയി. നബിയേ, അങ്ങിങ്ങനെ കഷ്ടപ്പെടുകയോ ഞാൻ സുഖിച്ച് കല്യാണം ചെയ്തു ഉറങ്ങുകയോ അത് എന്നെ കൊണ്ട് സാധ്യമല്ല. ഞാൻ 6 മാസം വളരെ ആഗ്രഹത്തോടുണ്ടാക്കിയ ഈ പണം അങ്ങ് പൊടിക്കണം, ദീനിന് വേണ്ടി ചെലവഴിക്കണം. ഞാൻ കല്യാണത്തിന് വേണ്ടിയുള്ള പൈസ ഇനിയും പോയി അധ്വാനിച്ചുണ്ടാക്കാം. ഇത് കേട്ട നബി തങ്ങൾ പറഞ്ഞു, ഇല്ല ഔഫേ, നീ പോയിക്കോ, നീ കല്യാണം കഴിച്ചോ, ഞങ്ങളിവിടെ പൈസ ഉണ്ടാക്കാം. ഔഫ് റളിയല്ലാഹു അൻഹു സമ്മതിച്ചില്ല. ഔഫ് റളിയല്ലാഹു അൻഹു സമ്മതിക്കുന്ന പ്രശ്നം തന്നെ ഇല്ല. ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല നബിയെ, എന്നെ കൊണ്ടുവയ്യ. നബി തങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുന്ന സമയത്തിൽ ഞാൻ സുഖിച്ചിങ്ങനെ കല്യാണം കഴിച്ച് കിടന്നുറങ്ങുന്നത് എന്നെ കൊണ്ടുവയ്യ നബിയേ. ഈ ഞാൻ 6 മാസം ഉണ്ടാക്കിയ പണം അങ്ങ് സ്വീകരിക്കണം, ദീനിന് വേണ്ടി ഉപയോഗിക്കണം. ഇത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർവാഹമില്ലാതെ ആ പണം സ്വീകരിക്കുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദുആ ചെയ്യുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ ദുആ, ഓ അല്ലാഹ്, ദീനിന് വേണ്ടി പണം ചെലവാക്കിയ ഈ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ സമ്പത്തിൽ നീ വലിയ ബറക്കത്ത് ചൊരിയണം, വലിയ വർധന ഉണ്ടാക്കണമെന്ന് നബി തങ്ങൾ ദുആ ചെയ്തു. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പിന്നെ ഔഫ് റളിയല്ലാഹു അൻഹു ഉയർന്നു വളർന്നു, വലിയ സമ്പന്നനായി. എത്ര വലിയ സമ്പന്നനായി എന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ സമയത്തിൽ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ എല്ലാ ഭാര്യമാർക്കും 10,000 ദീനാർ സ്വർണ്ണ നാണയം ഹദിയായി കൊടുത്തു. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ ഓരോരോ ഭാര്യമാർക്കും 80,000 സ്വർണ്ണ നാണയമാണ് അവിടത്തേക്ക് ഓതിയായി, അവിടത്തേക്ക് അനന്തര സ്വത്തായി കിട്ടിയത്. ഓ മുഅ്മിനീങ്ങളെ, ദീനിന് വേണ്ടി ചെലവഴിച്ചവർ, ദീനിന് വേണ്ടി ത്യജിച്ചവർ ഒരിക്കലും അല്ലാഹു തആല അവരെ കൈവെടിഞ്ഞില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എല്ലാ മുഅ്മിനീങ്ങളും സദസ്സിലേക്ക് കയറി വരണം. അനസ് ഉസ്മാൻ ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ നാട് സുറിബൈൽ എന്നൊരു സുന്ദര നാട്. വളരെ ഭാഗ്യവാന്മാരാണ് ഈ സുറിബൈലിന്റെ നാട്ടുകാരായ ഞങ്ങൾ. കാരണം അൽഹംദുലില്ലാഹ് വളരെ പഴക്കമേറിയ നല്ലൊരു പള്ളി ഞങ്ങൾക്കുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ ഉസ്താദ് ഒരുപാട് കാലം 40 കൊല്ലക്കാലം ഇവിടെ നേതൃത്വം നൽകി. അത് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട സുറിബൈൽ ഉസ്താദ് 23 കൊല്ലക്കാലം ഇവിടെ മുദരിസ് നടത്തി, ഒരുപാട് ദർസ് നടത്തി, ഒരുപാട് പ്രഗത്ഭരായ ശിഷ്യന്മാരെ ഇവിടെ നിന്ന് വാർത്തെടുത്തു. അവിടുത്തെ മുതഅല്ലിമീങ്ങൾ, ഇവിടുത്തെ പാവപ്പെട്ട ഉമ്മമാർ ഭക്ഷണം നൽകി. എത്ര വലിയ കൂലിയാണ് നിങ്ങൾക്കറിയുമോ? നാളെ പരലോകത്തിലെത്തിയാൽ നല്ലൊരു ആബിദ്, നല്ല ഇബാദത്തെടുത്ത വലിയ വലി സ്വർഗത്തിലേക്ക് പോകുന്ന സമയത്തിൽ അവിടുന്ന് മലക്കുകൾ വിളിച്ചു പറയും, ആബിദേ, നീ ദുനിയാവിൽ ഒരുപാട് കഷ്ടം കൊണ്ട്, ഒരുപാട് സുഖങ്ങൾ ത്യജിച്ചുകൊണ്ട് നീ ഇബാദത്ത് എടുത്തതല്ലേ, അതുകൊണ്ട് നീ സുഖം എടുക്കാൻ സ്വർഗത്തിലേക്ക് പോയിക്കോ. അതേ സമയത്തിൽ സ്വർഗത്തിലേക്ക് പോകാൻ ഒരുങ്ങുന്ന ആലിം, സ്വർഗത്തിലേക്ക് പോകാൻ ഒരുങ്ങുന്ന മുതഅല്ലിം പോകാൻ ഒരുങ്ങുന്ന സമയത്തിൽ മലക്കുകൾ പറയും, കിഫ്, ഓ മുതഅല്ലിമേ, ഓ ആലിമേ, നീ നിൽക്കണം, നീ പോകാൻ പാടില്ല. കാരണം നീ മുതഅല്ലിമായിരിക്കുന്ന സമയത്തിൽ, നീ ആലിമായിരിക്കുന്ന സമയത്തിൽ നിന്നെ ആരെല്ലാം ഇഷ്ടപ്പെട്ടോ, നിനക്ക് ആരെല്ലാം ഭക്ഷണം തന്നോ, നിനക്ക് ആരെല്ലാം സൗകര്യങ്ങൾ നൽകിയോ, നിനക്ക് വേണ്ടി ആരെല്ലാം കഷ്ടപ്പെട്ടോ, നിനക്ക് വേണ്ടി ആരെല്ലാം അധ്വാനിച്ചോ, അവരെ എല്ലാവരെയും നീ കൂട്ടിക്കൊണ്ട് സ്വർഗത്തിലേക്ക് പോയിക്കോ. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു മുതഅല്ലിമിനെ സ്നേഹിച്ചാൽ, ഒരു ആലിമിനെ സ്നേഹിച്ചാൽ, ഒരു പണ്ഡിതനിക്ക് ഭക്ഷണം കൊടുത്താൽ അതിനിക്ക് കിട്ടുന്ന പ്രതിഫലം അതിനിക്കൊരിക്കലും കണക്കില്ല കേട്ടോ. സ്വർഗമല്ലാത്ത പ്രതിഫലമില്ല കേട്ടോ. മാന്മാർ കിതാബുകളിലൂടെ പഠിപ്പിച്ചതല്ലേ, സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു മനുഷ്യനെ നിങ്ങൾക്ക് ദുനിയാവിൽ കാണണോ? ഉൻദുറൂ ഇലാ മുതഅല്ലിമീൻ,
നിങ്ങൾ മുതഅല്ലിമിലേക്ക് നോക്കുക. ഇൽമു പഠിക്കുന്ന, ദീനിന്റെ വിദ്യാഭ്യാസം പഠിക്കുന്ന, ഇൽമു പഠിക്കുന്ന മുതഅല്ലിമികളിലേക്ക് നോക്കുക. അൽഹംദുലില്ലാഹ്, നമ്മുടെ സുരിബയിൽ എത്ര കാലമാണ് ഇവിടെ ദർസ് നടന്നത്. ഇവിടുത്തെ ഉമ്മമാർ എത്ര ഭക്ഷണമാണ് ഉസ്താദുമാർക്ക് നൽകിയത്. ഇന്നും ഇവിടുത്തെ മദ്രസന്റെ ഉസ്താദുമാർക്കും പള്ളിയുടെ ഉസ്താദുമാർക്കും ഭക്ഷണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ പ്രതിഫലമൊന്നും ചെറുതല്ല. അൽഹംദുലില്ലാഹ്, നല്ലൊരു നാടാണ്. എല്ലാവരും ഭൂരിപക്ഷം നല്ല അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബാക്കളും 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് എന്താണോ കാണിച്ചു തന്നത് അതിലൊരു വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ ഇന്നും ഈ സുരിബേലിന്റെ മുഅ്മിനാത്തുകൾ അതേ രൂപത്തിൽ ജീവിക്കുന്നു. സുരിബേൽ ഉസ്താദ് നിസ്കരിക്കാത്തൊരു നിസ്കാരം ഞങ്ങൾക്ക് വേണ്ട. ഇവിടുത്തെ ഒരുപാട് കാലം മുദരിസായിരുന്ന സുരിബേൽ ഉസ്താദ് കേൾക്കാത്ത ഖുതുബ, അങ്ങനത്തെ ഒരു ഖുതുബ ഈ സുരിബേലിന്റെ മുഅ്മിനീങ്ങൾക്ക് ആവശ്യമില്ല. ഓ മുഅ്മിനീങ്ങളെ, ചിലരൊക്കെ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. അന്ന് നടന്ന ഖുതുബകളൊന്നും സ്വഹിയല്ല, സിയാറത്തുകളൊന്നും സ്വഹിയല്ല, ഇതെല്ലാം അനിസ്ലാമികമാണെന്ന് പറഞ്ഞുകൊണ്ട് ചിലർ നടക്കുന്നുണ്ട്. അവരെല്ലാം വിഡ്ഢികളാണ്, അവരെല്ലാം ജാഹിലീങ്ങളാണ്. കാരണം എന്താണെന്ന് അറിയുമോ? ഇതെല്ലാം ആരാണ് പറയുന്നത്? സുരിബേൽ ഉസ്താദ് ആരാണ്? ഇവിടെ പഠിപ്പിക്കുന്നതായ ഖതീബായതായ മുദരിസായ ഉസ്താദുമാരാരാണ്? മദ്രസ കഴിഞ്ഞ് 10-15 കൊല്ലം കാലം ദീനിന് വേണ്ടി മാത്രം ചെലവഴിച്ചവർ. ഖുർആൻ മൊത്തം പഠിച്ചു, ഹദീസുകൾ പഠിച്ചു, മാന്മാരെ കിതാബുകൾ പഠിച്ചു. അവർ പറഞ്ഞതാണ് ഖുതുബ അറബിലല്ലാത്ത ഭാഷയിൽ അത് ശരിയല്ല, അത് ബാത്തിലാണെന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നവരാണ്. അവരുടെ പിന്നിൽ പോകലല്ലാതെ മറ്റാരുടെ പിന്നിൽ പോകലാണ് യുക്തി എന്നുള്ളത്. യുക്തി ഉള്ളവർക്ക് ചിന്തിക്കാൻ സാധ്യമാകും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ നീട്ടി പറയുന്നില്ല. നമ്മുടെ നേതാക്കൾ നമ്മുടെ വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. അതുപോലെ തന്നെ നമ്മുടെ വലിയ ഭാഗ്യമാണ്, നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥാപനമാണ് ദാറുൽ ശരിയ. അത് എത്ര ദൂരത്ത് പോയാലും ആ സ്ഥാപനത്തിന് അറിയപ്പെടുന്നത് സുരിബേലിന്റെ സ്ഥാപന എന്നാണ്. അൽഹംദുലില്ലാഹ്. ഏത് നിലക്ക് നോക്കിയാലും സുരിബേൽ എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. സുരിബേൽ പണ്ടത്തെ മുഅ്മിനീങ്ങൾ, ഞങ്ങളുടെ ഉപ്പാപ്പന്മാർ ഉമ്മാമമാർ ഉണ്ടാക്കിയതായ ഒരു സംസ്കാരമുണ്ട് സുരിബേലിൽ. അത് ഒരിക്കലും വിട്ടുകൊടുക്കാൻ സുരിബേലിന്റെ മുഅ്മിനീങ്ങളോ മുഅ്മിനാത്തുകളോ ഒരിക്കലും തയ്യാറല്ല. ഇത്ര വിശാലമായ പള്ളി സുരിബേലിനുണ്ടാകുമ്പോൾ ആ പള്ളി കടന്നിട്ട് ഏതെങ്കിലും പള്ളിയിൽ അനറബി ഭാഷയിൽ ഖുതുബ കേൾക്കാൻ സുരിബേലിന്റെ മുഅ്മിനീങ്ങൾ, ബുദ്ധിയുള്ള മുഅ്മിനീങ്ങൾ ഒരിക്കലും സുരിബേലിൽ നിന്ന് കിട്ടൂല. യുക്തിയുള്ള ഒരുപാട് കാലം കിതാബിന്റെ മേൽ ചെലവഴിച്ചു കൊണ്ടു അത് മാത്രം പഠിച്ച ഉസ്താദുമാര് പണ്ഡിതന്മാരുടെ പിന്നിൽ നിൽക്കലാണ് മുഅ്മിനീങ്ങളെ യുക്തി. അവരെ പിന്നിൽ നിന്നെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ദുനിയാവും വിജയിക്കാൻ സാധിക്കുകയുള്ളൂ, ആഖിറവും വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഞാൻ നീട്ടി പറയുന്നില്ല. പുതിയ കാര്യങ്ങൾ ആരെങ്കിലും കൊണ്ടുവന്നാൽ അതിന്റെ പിന്നിൽ ഒരിക്കലും ഞങ്ങൾ മുഅ്മിനീങ്ങളായ മുഅ്മിനാത്തുകളായ ഞങ്ങൾ ഒരിക്കലും പോകരുത്. മുഅ്മിനീങ്ങളെ, ഞാൻ നിർത്തുകയാണ്. അൽഹംദുലില്ലാഹ്. നമ്മുടെ നാട്ടിൽ അൽഹംദുലില്ലാഹ് ഒരുപാട് കാലങ്ങളായി ദഫ്രാതീബ് നടക്കുന്നു. ഇൻഷാ അല്ലാഹ് അതിന്റെ വാർഷികം ഇതേ അടുത്ത് ഇവിടെ നടക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഇവിടെ തൊട്ടടുത്തുള്ള സുന്നി മഹൽ സ്ഥാപനങ്ങളിലും അവിടുത്തെ വാർഷികം നടക്കാൻ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാ സ്ഥലത്തും ഞങ്ങൾ പോയി വിജയിപ്പിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്. നമ്മുടെ വേദി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട അശ്ശരിയ സഖാഫി ഉസ്താദ്, അതുപോലെ തന്നെ നമ്മളെല്ലാവരും കാത്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട അനസ് ഉമാൻ ഉസ്താദ് അടക്കമുള്ള എല്ലാ പണ്ഡിതന്മാരും ഞങ്ങളുടെ അടുത്തെത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് എല്ലാ മുഅ്മിനീങ്ങളും സദസ്സിൽ വന്ന് ഇരുന്ന് സഹകരിക്കുക. അല്ലാഹു തആല ഈ ഒരുമിച്ച് കൂടലും പിരിയലുമെല്ലാം ഞങ്ങളെ വക്കലിൽ നിന്ന് സ്വാലിയായ അമലായി അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ്. പിന്നിലിരിക്കുന്നവരെല്ലാം ഒന്ന് മുന്നിലിരുന്നിട്ട് സഹകരിച്ച ഇൻഷാ അല്ലാഹ് നമുക്ക് പെട്ടെന്ന് തുടങ്ങിയിട്ട് ഇൻഷാ അല്ലാഹ് ഉസ്താദിനിക്ക്
തിരിച്ചിട്ട് ട്രെയിനിൽ പോകാനുള്ളത് കൊണ്ട് അതിനു മുമ്പായി നിർത്താനുള്ളത് കൊണ്ടും എല്ലാവരും ഒന്ന് മുന്നിൽ വന്ന് സഹകരിക്കണം. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ വേദി നേതൃത്വം നൽകാൻ മദക്കാർ തങ്ങളടക്കമുള്ള പ്രഗത്ഭരായ സാദാത്തുകളും അതുപോലെ തന്നെ ഉസ്താദുമാർ, പണ്ഡിതന്മാരും, സംഘ കുടുംബത്തിലെ നേതാക്കന്മാരും ഇവിടെ വരും. അതുകൊണ്ട് അവരുടെ ദുആ, അതിലേക്ക് ആമീൻ പറയുക, അതൊന്നും ചെറുതല്ല, വലിയ പ്രതിഫലമുള്ള വിഷയമാണ്. ബഹുമാനപ്പെട്ട ഇന്നത്തെ പ്രാസംഗികൻ അനസ് അമാൻ ഉസ്താദ് തീരെ സമയത്തിൽ ഫുൾ ടൈം ബിസിയാണ്. ഇന്ന് രാവിലെ കേരളത്തിന് അങ്ങേ അറ്റായിരുന്നു. അവിടെ അസർ വരെ ഒരു ക്ലാസ് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് ഇത് കഴിഞ്ഞിട്ട് ഇന്ന് രാത്രി നേരെ വീട്ടിലേക്കല്ല ഉസ്താദ് പോകുന്നത്, കോഴിക്കോടിലേക്കാണ് ട്രെയിൻ ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. നിരന്തരമായ ദീനി ഖിദ്മത്ത്, ഒരു സമയം പോലും ഫ്രീ ഇല്ല. ഫുൾ ടൈം ദീനിന് വേണ്ടി മാത്രം ചെലവഴിക്കുന്ന ഉസ്താദുമാർ, നേതാക്കൾ, അൽഹംദുലില്ലാഹ് നമ്മുടെ ഇവിടുത്തെ ഭാരവാഹികൾ നല്ലോണം അധ്വാനിച്ചിട്ടുണ്ട്. SSFന്റെയും SVSന്റെയും KMJന്റെയും നേതാക്കൾ, അതിൻ്റെ ഭാരവാഹികൾ, പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ അടക്കമുള്ള എല്ലാ നേതാക്കന്മാർ നല്ല രീതിയിൽ അധ്വാനിക്കുകയും നല്ല രീതിയിൽ ഇതിനു വേണ്ടി സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല അവർക്ക് എല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും വലിയ പ്രതിഫലം അല്ലാഹു തആല നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ സുരിബയിൽ വളരെ മഹത്തായ നാടാണ്, വളരെ പഴക്കമുള്ള നാടാണ്. ഇവിടെ ആരും പുതിയത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ദീൻ എന്ന് പറഞ്ഞാൽ പുതിയതിൻ്റെ പിന്നിൽ പോക്കല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഹജ്ജത്തുൽ വിദായിൽ പ്രഖ്യാപിച്ചു, അൽയൗമ ലക്കും അക്മൽതു ദീനക്കും വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഓ സ്വഹാബാക്കളെ, നിങ്ങൾക്ക് ഞാൻ ഇന്ന് ദീൻ പൂർത്തിയാക്കി തന്നു. ഇതിന്റെ ശേഷം ഇതിൽ ഒരു പുള്ളിയോ ഒരു ഹർഫോ ഒരു മസല ചേർക്കാനോ ഇതിൽ നിന്ന് ഒഴിവാക്കാനോ ഒന്നുമില്ല. ഇന്നത്തോട് കൂടി ദീൻ പരിപൂർണമായിരിക്കുന്നെന്ന് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് പ്രഖ്യാപിച്ചു. ഓ മുഅ്മിനീങ്ങളെ, ഈ അടുത്തുവരെ ഞങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഖുതുബ അറബി അല്ലാത്ത ഭാഷയിൽ ഓതിയതായിട്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഖുതുബ അറബി അല്ലാത്ത ഭാഷയിൽ ഓതിയിട്ടുണ്ടോ? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഖുതുബ മനസ്സിലാകണമെന്നാണ് ഇവരുടെ ന്യായമെങ്കിൽ ഒരു സഭയിൽ മലയാളക്കാരുമുണ്ട്, കന്നഡക്കാരുമുണ്ട്, അതുപോലെ തന്നെ മറ്റ് ഭാഷക്കാരുമുണ്ട്. എന്നാൽ ഏത് ഭാഷയിലാണ് അവിടെ ഖുതുബ ഓതുന്നത്? ഖുതുബ ഓതിയത് അവർക്ക് അർത്ഥാവണമെന്നാണെങ്കിൽ ഈ സദസ്സിൽ ഇപ്പോൾ ഒരേ ഭാഷക്കാരായിരിക്കൂലല്ലോ ഉണ്ടാകുന്നത്. ടൗൺ പള്ളികളാണെങ്കിൽ ചിലപ്പോൾ ഇംഗ്ലീഷുകാരുണ്ടാവും, ചിലപ്പോൾ കന്നഡത്തിന്റെ ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ ബംഗാളികളും ഉണ്ടാവും. അവർക്ക് ഏത് ഭാഷയിലാണ് ഖുതുബ ഓതുന്നത്? അതുകൊണ്ടാണ് അല്ലാഹു 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് നബിത്തങ്ങൾ പഠിപ്പിച്ചത്, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. ഓ സ്വഹാബാക്കളെ, ഞാൻ എങ്ങനെ നിസ്കരിച്ചു, ഞാൻ എങ്ങനെയാണ് ഇബാദത്ത് എടുത്തത്, അതുപോലെ നിങ്ങൾ ഇബാദത്ത് എടുക്കണം. ഇതിലൊന്നും പുതിയതുണ്ടാക്കാൻ നിങ്ങൾ പോകരുത്. ഇതിലൊന്നും പുതിയത് ചേർക്കാനോ ഒരു ഡിസൈൻ ആക്കാനോ നിങ്ങൾ പോകരുത്. അതല്ലേ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബാക്കൾ മാലിക്കുദ്ദീൻ അടക്കമുള്ള ഇന്ത്യ അടക്കമുള്ള വ്യത്യസ്ത രാഷ്ട്രങ്ങളിലേക്ക് പോയി ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിൽ, ഏതെങ്കിലും ഒരു രാജ്യത്തിൽ അറബി അല്ലാത്ത ഭാഷയിൽ നബിത്തങ്ങളോ നബിത്തങ്ങളുടെ സ്വഹാബാക്കളോ ഖുതുബ ഓതിയതായ ചരിത്രത്തിൽ കാണാൻ പറ്റുമോ? മാലിക്കുദ്ദീനാർ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള കാസർഗോഡുള്ള വലിയൊരു പള്ളിയാണ്, ദർഗമാണ്. അവിടെ ഇത്ര കൊല്ലങ്ങളായി പള്ളിയുള്ളത്, ഖുതുബ നടക്കുന്നത് അറബി അല്ലാത്ത ഭാഷയിൽ. ഇതുവരെ അവിടെ ഖുതുബ ഓതിയിട്ടുണ്ടോ? ഇല്ല മുഅ്മിനീങ്ങളെ, ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ നാട് എന്നുള്ളത് സുന്ദരമായ നാടാണ്. ഞങ്ങളുടെ നാടിൽ പയമ തിരിച്ചു വരണം. പണ്ടെല്ലാം 17 എത്തിയാൽ, ഒരു മാസത്തിന്റെ 17 എത്തിയാൽ ബദർ മൗലൂദ് ഓതാത്ത ഒരു വീടുണ്ടാവില്ല. ഒരു മുതഅല്ലിമിനെയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് വിളിച്ചിട്ട് ബദർ മൗലൂദ് ഓതു. അതുകൊണ്ടാണ് പണ്ടത്തെ പുരകളിൽ പ്രശ്നമില്ല. പണ്ട് എത്ര പ്രസവിക്കലാണ്, എല്ലാം പുരൽ തന്നെയാണ് പ്രസവിക്കൽ. ഓ മുഅ്മിനീങ്ങളെ, പണ്ട് എപ്പോഴാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകൽ? പണ്ട് എപ്പോഴാണ് മൈക്കാലത്തേക്ക് കൊണ്ടുപോകുന്നത്? മംഗലാപുരത്തിലേക്ക് ഒരാളെ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അത്രയും സീരിയസ് ആണെന്നാണ്. അതേ സമയത്ത് ഇപ്പോ പലപ്പോഴും മംഗലാപുരത്തിലേക്ക് പോകലാണ്. ദേർലക്കട്ട് അങ്ങനെ നോക്കിയാൽ എത്ര ഹോസ്പിറ്റലുകളാണ്. ഒരു ഹോസ്പിറ്റലിൽ പോലും ഒരു ദിവസം പോലും ഫ്രീ ഇല്ല. എല്ലാ സ്ഥലത്തിലും ഫുള്ളാണ്.
ആണ് അപ്പോയിന്റ്മെന്റ്, ഒരിടത്ത് പോലും ഫ്രീ കിട്ടുന്നില്ല. എല്ലാ സ്ഥലത്തും മുസ്ലിമീങ്ങളായ സ്ത്രീകളും ആണുങ്ങളും ക്യൂ ആണ് മരുന്നിന് വേണ്ടി. എന്താണ് ഈ അവസ്ഥ സംഭവിച്ചത്? ഞങ്ങളെ നാട്ടുകളിൽ നിന്ന് നഫീസത്ത് മാല ഇല്ലാതെയായി പോയി, കുതുബിയത്ത് ഇല്ലാതെയായി പോയി, ബദർ മൗലദ് ഇല്ലാതെയായി പോയി, മങ്കൂസ് മൗലദ് ഇല്ലാതെയായി പോയി. ഇതെല്ലാം ഇല്ലാതെയായി പോയപ്പോൾ പുതിയ പുതിയ രോഗങ്ങളും പുതിയ പുതിയ അസുഖങ്ങളും പുതിയ പുതിയ ടെൻഷനുകളും വരാൻ തുടങ്ങി. വീട്ടുകാരും കുടുംബക്കാരെല്ലാം ഹോസ്പിറ്റലിലേക്ക് ഓടാൻ തുടങ്ങി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പണ്ടത്തെ കാലം നോക്കി വീട്ടുകളിൽ എത്ര ആൾക്കാരാണ് താമസിക്കുന്നത്? ആർക്കെങ്കിലും അസുഖം വരാനുണ്ടോ? ഇനി വന്നെങ്കിൽ തന്നെ എന്തെങ്കിലും ബദർ മൗലൂദ് നേർച്ചയാക്കും, മങ്കൂസ് മൗലൂദ് നേർച്ചയാക്കും, അല്ലെങ്കിൽ ബദരീങ്ങളെ പേരിൽ ഒരു യാസീൻ നേർച്ചയാക്കും. അങ്ങനെ ബദർ മൗലൂദിന്റെയും യാസീന്റെയും ബർക്കത്ത് കൊണ്ടും എല്ലാം ഷിഫിയാകും. ഒരു ഉപ്പന്റെ ചെലവില്ല. ഒരു സ്ത്രീ പ്രഗ്നന്റ് ആയാൽ, ഗർഭിണിയായാൽ, ആ ഗർഭിണിയായ ദിവസം മുതൽ പ്രസവിക്കുന്നത് വരെ എല്ലാ രാത്രിയിലും നഫീസത്ത് മാല പാടും. ഒരു പ്രശ്നവുമില്ല, ഒരു ഓപ്പറേഷനുമില്ല. എത്ര റാഹത്തിലാണ് പണ്ടത്തെ സ്ത്രീകൾ പ്രസവിച്ചത്, എത്രയാണ് പ്രസവിച്ചത്. അതേ സമയത്ത് ഇന്ന് 1-2 പ്രസവിക്കുമ്പോൾ ഹോസ്പിറ്റലാണ്, ഓപ്പറേഷനാണ്, പല പ്രശ്നങ്ങളാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞങ്ങളുടെ പണ്ടത്തെ ആ ആദത്തിലേക്ക് ഞങ്ങൾ മടങ്ങി വരണം. ആ മടങ്ങി വന്നാൽ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാവും. അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ. ഞങ്ങളെ വേദിയെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട ദാറുൽ ശരിയ ജനറൽ മാനേജർ മുഹമ്മദ് അലി സഖാഫ് ഉസ്താദ് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്.